ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോസ് ആൻഡ് UEFI? അപ്പോൾ ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ് അല്ലേ. ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഫ്ലോ ഒക്കെ മാനേജ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കീബോർഡും മൗസും അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ടായിരിക്കും. ഈ ഡിവൈസസിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ബയോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നേരെ മറിച്ച് യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇൻ്റർഫേസ് ആയുള്ള UEFI ആക്ച്വലി ചെയ്യുന്നത് ഡിവൈസ് ഇനീഷ്യലൈസേഷനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പും അതെല്ലാം എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അങ്ങനത്തെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് UEFIയുടെ ഫങ്ഷൻ. ഈ ബയോസ് പെർഫോം ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്, ബൂട്ട് പ്രോസസ്സ് ഉണ്ട്. അതിനെയാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് വിളിക്കുക. പവർ ഓൺ സെൽഫ് ടെസ്റ്റിനെ ഷോർട്ടാക്കിയിട്ട് പോസ്റ്റ് എന്ന് വിളിക്കും. സോ അതാണ് ബൂട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. UEFIയുടെ ബൂട്ട് മാനേജർ ഈ ബൂട്ട് എൻട്രീസൊക്കെ, അതായത് നമ്മുടെ NVRAMൽ നിന്നുള്ള ബൂട്ട് എൻട്രീസൊക്കെ റീഡ് ചെയ്തിട്ട് ബൂട്ട് പ്രോസസ്സിന് വേണ്ട ഓപ്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി ഈ ബയോസിൻ്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോഫ്റ്റ്വെയർ അങ്ങ് റൺ ആവും. മനസ്സിലായോ? പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സോഫ്റ്റ്വെയറാണ് റൺ ആവുന്നത്? ബയോസ് എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയറാണ് റൺ ആവുന്നത്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പവർ ഓൺ സെൽഫ് ടെസ്റ്റും ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസും ബൂട്ടിങ്ങും എല്ലാം ചെയ്യും. ബയോസ് വർക്ക് ചെയ്യുന്നത് 16 ബിറ്റിലാണ്. മോസ്റ്റ് ബയോസും റീഡ് ചെയ്യുന്നത് MBRൽ നിന്നാണ്. MBR എന്ന് പറഞ്ഞുള്ളൊരു ടേബിളുണ്ട്, ഒരു മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞ ഒരു പാർട്ടീഷൻ ഉണ്ട്. അത് 2 TB പാർട്ടീഷൻസാണ് സപ്പോർട്ട് ചെയ്യുക. അപ് ടു 2 TB ആണ് MBR സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് GPT എന്ന് പറഞ്ഞുള്ള ടേബിളും വേണമെങ്കിൽ, അതായത് പാർട്ടീഷൻ ടേബിളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ചും കൂടെ 2 TB ഒക്കെ കൂടുതലാണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 2 വരുന്ന MBRും ഉണ്ട്, GPT ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു പാർട്ടീഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മിക്കവാറും ബയോസ് ഒന്നും ഈ GPT സപ്പോർട്ട് ചെയ്യില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു 3 TBയുടെ ഒരു ഡിസ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് ഈ ബയോസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി UEFI ആണെങ്കിൽ യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇൻ്റർഫേസ് ആണ്. ഷോർട്ടായിട്ടാണ് UEFI എന്ന് പറയുന്നത്. ഇതൊരു ലോ ലെവൽ സോഫ്റ്റ്വെയർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് നമ്മുടെ PC ബൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആവുമല്ലോ, ആ ഒരു സമയത്താണ് ആക്ച്വലി ഈ ഒരു UEFI വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 2 TB അതിൽ കൂടുതൽ സൈസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിസ്കിൻ്റെ സൈസ് 2 TBയിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ബൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക ഈ ഒരു ലോ ലെവൽ സോഫ്റ്റ്വെയർ ആയിരിക്കും. പിന്നെ യൂസർക്ക് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൗസ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ഫിഗറും കൂടെ നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ബയോസ് ഉപയോഗിച്ചുള്ള ബൂട്ട് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തന്നെ UEFI ഉപയോഗിച്ചുള്ള ബൂട്ടിംഗ് എങ്ങനെയാണെന്നുള്ളതും. രണ്ടാണെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യിച്ച് നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ്. ഇനി UEFIയുടെ അഡ്വാൻറ്റേജസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സെക്യൂർ ആയുള്ള ബൂട്ടിംഗ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. കാരണം ഇവിടെ സിഗ്നേച്ചർ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വൈറസ് അറ്റാക്കുകളോ വേറെ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയുള്ള അപ്ഡേറ്റ്സോ ഒക്കെ OSൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന് എഗെയിൻസ്റ്റ് നിൽക്കാൻ പറ്റുന്നൊരു കാര്യം കൂടെ UEFIക്ക് ഉണ്ട്. പിന്നെ GPT കുറിച്ചിട്ടൊന്ന് നമ്മൾ നോക്കണം. GPT ആണെന്നുണ്ടെങ്കിൽ ലാർജർ ദാൻ 2 TB വരുന്ന പാർട്ടീഷൻസിനാണ് GPT എന്ന് പറഞ്ഞുള്ള ടേബിൾ യൂസ് ചെയ്യുന്നത്. 128 പാർട്ടീഷൻസ് വരെ നമുക്കിതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പ്ലാറ്റ്ഫോം ആൻഡ് ആർക്കിടെക്ചർ ഇൻഡിപെൻഡൻസ് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും 86 ആയാലും അതുപോലെ തന്നെ ARM, PowerPC, ഇങ്ങനെ ഏത് ആർക്കിടെക്ചർ ആണെന്നുണ്ടെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഡിവൈസ് മാനേജ്മെൻ്റ് ഒക്കെ കുറച്ചും കൂടെ സിമ്പിളാണ് ഇതിനകത്ത് വരുന്നത്.
ഇംപ്രൂവ്ഡ് ബൂട്ട് പെർഫോമൻസ് ഉണ്ട്. ബൂട്ടിങ് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നടക്കും. പാരലായിട്ട് UEFI മൊഡ്യൂൾസ് ഒക്കെ ലോഡ് ചെയ്യും. യൂസർ ഫ്രണ്ട്ലി സെറ്റപ്പ് സ്ക്രീൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് എ പർപ്പസ് ഓഫ് GRUB ഗ്രബ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഗ്രബ് അല്ലെങ്കിൽ GRUB എന്ന് പറയുന്നത് നമ്മുടെ ലിനക്സിൽ അല്ലെങ്കിൽ മറ്റ് യുണീക്സ് ബേസ്ഡുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ബൂട്ട് ലോഡർ അല്ലെങ്കിൽ ബൂട്ട് മാനേജറെയാണ് ഗ്രബ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇത് നമ്മുടെ ബയോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർഡ്വെയർസിൻ്റെയൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അതായത് ഓരോന്നിലേക്കും ഓരോ ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം അല്ലേ. എവിടുന്നാണ് ലോഡ് ചെയ്യുന്നത്, മാസ്റ്റർ ബൂട്ട് റെക്കോർഡിൽ നിന്നാണ്. അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കൺട്രോൾ പോകുന്നത് ഈ GRUB എന്ന് പറഞ്ഞുള്ള പോർഷനിലേക്കാണ്. അപ്പോൾ അതാണ് പിന്നെ ബാക്കി ലിനക്സിൻ്റെ കേണലും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിനൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ടു റൺ വെൻ എ കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്സ് ലോഡിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ ഇൻ ടു മെമ്മറി. അപ്പോൾ ഇതൊരു ഗേറ്റ് കീപ്പറായിട്ടാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ളൊരു ഗേറ്റ് കീപ്പറായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനും 3 ഇൻ്റർഫേസുകളൊക്കെ വരുന്നുണ്ട്. ഒരു മെനു ഇൻ്റർഫേസ് വരുന്നുണ്ട്, മെനു എൻട്രി എഡിറ്റർ ഇൻ്റർഫേസ് വരുന്നുണ്ട്, നമുക്ക് കമാൻഡ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു പോർഷനാണ്. പിന്നെ അതുപോലെ തന്നെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞ പോർഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 വേർഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വേർഷൻ 1ഉം വേർഷൻ 2ഉം. GRUB അല്ലെങ്കിൽ ഗ്രബ് ലെഗസി 1 എന്ന് പറഞ്ഞുള്ളത്. പിന്നെ അതിന് ശേഷം വന്നൊരു വേർഷനാണ് പുതിയ ആർക്കിടെക്ചർ, നമ്മൾ ARM എന്ന് പറഞ്ഞുള്ള ആർക്കിടെക്ചറൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഒരുപാട് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ ARM എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ അഡ്വാൻസ്ഡ് ആയുള്ളൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ ആ ആർക്കിടെക്ചറിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ സെക്കൻഡ് വേർഷനാണ്. അതുപോലെ തന്നെ റൈഡ് എൻവിറോൺമെൻറ്റ്സിലും ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അത് ചെറിയൊരു മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ട്. ആ ഹാർഡ്വെയർ കമ്പോണൻസ് ശരിയായ രീതിയിൽ കണക്ട് ചെയ്യണം, ഡാറ്റ ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്താലായിരിക്കും ആ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയറും കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈസ് ഡ്രൈവേഴ്സ് ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഹാർഡ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൈഫൈ കിട്ടണമെങ്കിൽ വൈഫൈയുടെ എന്ത് വേണം, ഡിവൈസ് ഡ്രൈവർ അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പോൾ മിക്കവാറും ഡ്രൈവേഴ്സ് ഇൻബിൽട്ട് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഫിഗറിലുള്ള പോലെയാണ് നമ്മുടെ ആപ്ലിക്കേഷനും യൂസർ ഡ്രൈവറും ചേർന്നിട്ടാണ് ആ ഒരു ഡിവൈസ് ഡ്രൈവറെ നമുക്ക് സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്തുള്ളൊരു ഡിവൈസ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണല്ലോ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കും, അതൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ത്രൂ അല്ലേ നമ്മൾ അതിലേക്ക് എൻ്റർ ആവുന്നത്. സോ അതിനെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഡിവൈസ് ഡ്രൈവർ ആയിരിക്കും. ദെൻ ഡിവൈസ് ഡ്രൈവറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, അത് ഒരു പർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണെന്നുള്ളതൊക്കെ ആ ഡിവൈസ് ഡ്രൈവറിൻ്റെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രിൻ്ററാണ് എന്നുണ്ടെങ്കിൽ ആ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ പറയും ഏത് ഫോർമാറ്റിലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ സൗണ്ട് കാർഡാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഫയലിനെ കൺവേർട്ട് ചെയ്യേണ്ടത്, സിഗ്നൽസ് നമ്മുടെ സ്പീക്കറിലേക്ക് പോകേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിവൈസ് ഡ്രൈവർ വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇവിടെയുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷനും യൂസർ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പോർഷനായിട്ട് നമുക്ക് ഡിവൈസ് ഡ്രൈവറിനെ പറയാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക. ചെറിയ മാർക്കിനായിരിക്കും ഇത് ചോദിക്കുന്നത്. സോ പ്രിൻ്റർ ഡ്രൈവർ, അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് ഡ്രൈവർ ഉണ്ട്. ദെൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, USB കണക്ട് ചെയ്യാൻ USB കൺട്രോൾ ഡ്രൈവർ, അങ്ങനെയൊക്കെ ഉള്ളത്.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ലോജിക്. ഇൻഡക്റ്റീവ് ലേണിങ്ങും അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോജിക്കും ഡിഡക്റ്റീവ് ലോജിക്കും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലോജിക്കൽ അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ ലോജിക്കലി നമ്മൾ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ കയ്യിൽ മുന്നേ ഉള്ള ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തിലേക്ക് എത്തുകയാണ്? ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന ഒരു സംഭവം. ഇപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കും, അത് വെച്ചിട്ടൊരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരു സ്റ്റോറിൻ്റെ ഹവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ഷോപ്പാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് വരുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. മാക്സിമം കസ്റ്റമേഴ്സ് വരുന്ന ടൈമും ഏറ്റവും കുറവ് വരുന്ന ടൈമും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് ഡിമാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ റിക്രൂട്ട്മെൻറ്റ് സ്ട്രാറ്റജി. റിക്രൂട്ടർ എപ്പോഴും എന്ത് ചെയ്യും? നോട്ട്സ് ദാറ്റ് സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ടീം എംപ്ലോയീസ് ഹാവ് ഡിഗ്രീസ് ഇൻ മാർക്കറ്റിംഗ് ഓർ ഫിനാൻസ്. മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഫിനാൻസിലോ ഡിഗ്രി ഉള്ളവർക്കായിരിക്കാം കുറച്ചും കൂടെ എന്തുണ്ടാവുക? സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇവർ പിന്നെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അതേ ക്വാളിഫിക്കേഷൻ ആളുകളെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ സെയിൽസ് ആണെന്ന് വിചാരിക്കും. സെയിൽസിന് കൂടുതലും മാർക്കറ്റിംഗ് ഡിഗ്രിയോ ഫിനാൻസ് ഡിഗ്രിയോ ഉള്ളവരാണ് കൂടുതലായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്യുന്ന ആൾ അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യും? റിക്രൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇനി ഡിഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കൺക്ലൂഷൻസിൽ നിന്ന് എന്തിലേക്ക് എത്തും? ഒരു കൺക്ലൂഷൻസ് എങ്ങനെ എത്തും? ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എത്തും. കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റേത് പാസ്റ്റ് ഡാറ്റയിൽ നിന്നാണ് എത്തിയിരുന്നത്. അപ്പോൾ ഇതൊരു ഇന്നാക്യുറേറ്റ് ആയുള്ള മെത്തേഡാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ എന്താണ് റിജിഡിറ്റി ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് എപ്പോഴും ആ ഒരു വ്യൂ പോയിൻ്റ് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, ആൾട്ടർനേറ്റീവുള്ള വ്യൂ പോയിൻറ്റും ഉണ്ടായിരിക്കും. പ്രോബ്ലം സോൾവിങ്ങിലും അതുപോലെ തന്നെ കസ്റ്റമർ സർവീസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റീസണിങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എംപ്ലോയീസ് വിത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പെർഫോം ബെറ്റർ ഇൻ പ്രൊഡക്റ്റ് ടീംസിൽ മാർക്കറ്റിംഗ് ഡിഗ്രി ഉള്ളവരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഉള്ള ആളുകളെ ഹൈ പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്തെടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ റിക്രൂട്ട് കാൻഡിഡേറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഡിഗ്രീസ് ഫോർ ദ പ്രൊഡക്റ്റ് ടീം എന്നാണ് അവിടെ കൺക്ലൂഷൻ വന്നത്. അത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. ഇനി ഇപ്പോൾ സ്റ്റുഡൻസ് എക്സൽ ഇൻ ഹാൻഡ്സ് ഓൺ ലേണിംഗ് എൻവിറോൺമെൻറ്റ്. ലാബ്സ് പ്രൊവൈഡ് ഹാൻഡ്സ് ഓൺ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ലാബ് ബേസ്ഡുള്ള ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രണ്ട് പ്രിമൈസസിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പിന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ ഫ്ലോ ചാർട്ട് എന്താണെന്നുള്ളത് നോക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അൽഗോരിതത്തിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൻ്റെ ഒരു 4 കോൺസെപ്റ്റ്സും നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. ആ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കുക, അതും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.